അത് എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ളതായിരുന്നു ആ സീറ്റ്. എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ള ആ സീറ്റിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹം ഇരുന്ന 11A, അതിൻ്റെ താഴെ 11ABC കാണാം. അതിൽ 11A എമർജൻസി എക്സിറ്റിനോട് ചേർന്നായിരുന്നു ആ സീറ്റ്. അദ്ദേഹത്തിന് വേഗത്തിൽ എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഒപ്പമുണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഒരുപക്ഷെ രമേശ് അജയ് കുമാർ ആയിരിക്കാം. ആ സീറ്റിനോട് ചേർന്ന് 11Jയിലാണ് രമേശ് അജയ് കുമാർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടുപേരും ബ്രിട്ടീഷ് പൗരന്മാരാണ്. രണ്ടുപേർക്കും ഇന്ത്യൻ ബന്ധമുണ്ട്. പേരിൽ നിന്ന് നമുക്കതറിയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും ബ്രിട്ടീഷ് പൗരത്വം ഉള്ളവരാണ്. അപ്പോൾ ആ രണ്ടുപേർക്കും അതിൽ എന്താണ് ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെ വിവരം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം അപകടത്തിൽ മരിച്ച കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത്തരമൊരു സഹായം ടാറ്റ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. ഡോക്ടർമാരുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കുമെന്ന് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ അഹമ്മദാബാദിലെ ആക്സിഡന്റ് സൈറ്റിലെത്തിയിരുന്നു. അദ്ദേഹം ആയിരിക്കാം ഒരുപക്ഷെ ഈ പ്രഖ്യാപനം നടത്തിയത് എന്ന് കരുതുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: കുടുംബങ്ങൾക്ക്, അപകടത്തിൽ മരിച്ച കുടുംബങ്ങൾക്ക്, അവരുടെ അനന്തരാവകാശികൾക്ക് 1 കോടി രൂപ നൽകും. ചികിത്സ ഏറ്റെടുത്തു. ഡോക്ടേഴ്സിൻ്റെ ഹോസ്റ്റലിലുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കും. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ അവിടെ എത്തി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ അത്ഭുതകരമായ രക്ഷപ്പെടലിലേക്ക് തന്നെയാണ് പോകുന്നത്. 30 സെക്കൻഡ് കൊണ്ട് കത്തിയമർന്ന ആ വിമാനത്തിൽ നിന്നും, ഒരു വലിയ ആകാശ ദുരന്തത്തിൽ നിന്നും ഒരു മനുഷ്യൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട് നടന്നു വന്ന് അദ്ദേഹത്തിന് ഉണ്ടായത് എന്താണ് എന്ന് പറയാൻ പറ്റുന്ന തലത്തിലേക്ക് ഒരാൾ ജീവനോടെ നമ്മളുടെ മുന്നിലുണ്ട്, നമ്മളുടെ ഒപ്പമുണ്ട് എന്നതാണ് ഈ വലിയ ദുഃഖത്തിലും ഈ കനത്ത ദുഃഖഭാരത്തിലും അങ്ങേയറ്റം ഹൃദയഭേദകമായ ഈ വാർത്ത പ്രേക്ഷകരോട് പങ്കുവയ്ക്കുമ്പോഴും ആശ്വാസത്തിൻ്റെ ഒരു പൊട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ആ രമേശ് ബിശ്വാസ് കുമാർ എന്ന് പറയുന്ന ആ യാത്രക്കാരൻ്റെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എമർജൻസി എക്സിറ്റിന് തൊട്ടടുത്ത് യാത്ര ചെയ്യുകയായിരുന്ന ആ യാത്രക്കാരൻ ആ എമർജൻസി എക്സിറ്റിലൂടെ പുറത്തു കടന്ന് നടന്നു വന്ന അദ്ദേഹം എനിക്കുണ്ടായത് എന്താണ്? 30 സെക്കൻഡ് കൊണ്ട് വിമാനം കത്തിയമർന്നു. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ എൻ്റെ ചുറ്റും ശരീരങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ആരോഗ്യത്തോടെ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന ഈ അങ്ങേയറ്റം ഹൃദയഭേദകമായ ഈ വാർത്തകൾക്കിടയിലും ഒരു നേരിയ ഒരു പ്രതീക്ഷ. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് അന്വേഷണ ഏജൻസികളോട് പറയാൻ ബാക്കി വെച്ച ഒരു ജീവനാണത്. അദ്ദേഹത്തിൻ്റെ സഹോദരനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, സഹയാത്രികരെ മുഴുവൻ നഷ്ടപ്പെട്ടു. അതിനിടയിലും 11A എന്ന് പറയുന്ന ആ സീറ്റ് നമ്പറിൽ ഉണ്ടായിരുന്ന രമേശ് ബിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഇന്ത്യൻ ഒറിജിനായ ഒരുപക്ഷെ ബ്രിട്ടീഷ് പൗരത്വം ഇപ്പോഴുള്ള ആ യാത്രക്കാരൻ പറയുകയാണ്, അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നടന്നു വന്നാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം.